അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മള് സൂറത്തുൻ നംലിലാണ് ഉള്ളത് അല്ലെ. സൂറത്തുൻ നംലിൽ നമ്മള് 41-ാമത്തെ ആയത്ത് വരെ ഒക്കെയാണ് എടുത്തത് അല്ലെ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തത്തെയും ഈ പ്രവർത്തനങ്ങളെയും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രീതിയിൽ അവൻ നൽകിയ കലാം ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നമ്മള് സൂറത്തിലേക്ക് പോവുകയാണ്. സൂറത്തുൻ നംലാണ് ഇനി എടുക്കാനുള്ളത്. സൂറത്തുൻ നംലില് നമ്മള് 41-ാമത്തെ ആയത്ത് മുതലാണ്, അതായത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പിന്നെ സംസാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ കേൾപ്പിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കൊടുക്കുന്ന അനുഗ്രഹത്തിന് സുലൈമാൻ അലൈഹി ഇസ്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുവാനായി എന്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു ഇതെല്ലാം. നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണ്ടത്. നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്നറിയാൻ. ചില അവസരത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ വരും, പക്ഷെ പരീക്ഷണം നമുക്കായിരിക്കൂല, നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും ആ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടാവുക. നമ്മളെ മുന്നിൽ വെച്ചിട്ട് അവര് എങ്ങനെ അവരതിനെ ഇബാദത്താക്കി മാറ്റുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് പരീക്ഷണം ഇറക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവര് ആ പരീക്ഷണത്തിൽ, അതായത് കുടുംബ ബന്ധം പുലർത്തുക, അതുപോലെ തന്നെ അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുടുംബങ്ങൾ ശ്രമിക്കുന്നുണ്ടോ നോക്കുക, പരീക്ഷിക്കുക, അതൊക്കെ ആയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ പറയും, നമ്മളൊക്കെ പറയും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു പരീക്ഷണം വന്ന് എന്റെ കുടുംബത്തിൽ ബാക്കി ആർക്കും ഇല്ലല്ലോ, ഞാൻ മാത്രല്ലേ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ പെട്ടിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാല് അത് അവർക്കുള്ള അവരൊരു അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് അവർക്കുള്ള പരീക്ഷണമേ അല്ല. അവർക്ക് അത് മറ്റുള്ളവർക്ക് അവരെ നോക്കാനും അവരെ കുടുംബബന്ധം പുലർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ ജീവിതം, അതായത് ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട്. ആയുസ് കൂട്ടിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടുംബബന്ധം പുലർത്തട്ടെ എന്നാണ്. ആയുസ് നീട്ടിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവര് കുടുംബബന്ധം പുലർത്തട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു പരീക്ഷണം ആ കുടുംബത്തിലെ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. പക്ഷെ നമ്മളെ ഒരിക്കലും പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും പല ആളുകൾക്കും സദഖ ചെയ്യും, സക്കാത്ത് കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷെ കുടുംബത്തിൽപ്പെട്ടവർക്ക് സഹായിക്കുന്നതിന് മാത്രം അയാള് ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം പോലെയാണത്. കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നടക്കുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. കുടുംബത്തിൽക്ക് വേണ്ടി ചെയ്യുമ്പം അത് ആരും കാണൂലല്ലോ. അപ്പം അതൊരു പിന്നെ ഒരു റിയാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പോലെ ആയി പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബത്തിനെയാണ് ആദ്യം ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സമൂഹത്തിന് ഉയർത്തേണ്ടത്. കുടുംബം നന്നാവാതെ സമൂഹം നന്നാക്കിയിട്ട് എന്താ കാര്യം? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മളിൽ നിന്ന് നോക്കി കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. വല്ലവനും നന്ദി കാണിക്കുന്ന പക്ഷം തന്റെ ഗുണത്തിനായിട്ട് തന്നെയാകുന്നു അവൻ നന്ദി കാണിക്കുന്നത്. വല്ലവനും നന്ദികേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും ഉത്കൃഷ്ടനുമാകുന്നു. അദ്ദേഹം സുലൈമാൻ പറഞ്ഞു, നിങ്ങൾ അവളുടെ സിംഹാസനം അവൾക്ക് തിരിച്ചറിയാത്ത വിധത്തിൽ മാറ്റുക. അവൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുമോ അതല്ല അവൾ യാഥാർത്ഥ്യം കണ്ടെത്താത്തവരുടെ കൂട്ടത്തിലായിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അവൾ വന്നപ്പോൾ അവളോട് ചോദിക്കപ്പെട്ടു, താങ്കളുടെ സിംഹാസനം ഇതുപോലെയാണോ? അവൾ പറഞ്ഞു, ഇത് അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാവുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന് പുറമെ അവൾ ആരാധിച്ചിരുന്നതിൽ നിന്ന് അദ്ദേഹം അവളെ തടയുകയും ചെയ്തു. തീർച്ചയായും അവൾ സത്യനിഷേധികളായ ജനതയിൽപ്പെട്ടവളായിരുന്നു. കൊട്ടാരത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവളോട് പറയപ്പെട്ടു. എന്നാൽ അവൾ അത് കണ്ടപ്പോൾ അതൊരു ജലാശയമാണെന്ന് വിചാരിക്കും തന്റെ കണങ്കാലുകളിൽ നിന്ന് വസ്ത്രം മേലോട്ട് നീക്കുകയും ചെയ്തു. സുലൈമാൻ പറഞ്ഞു, ഇത് സ്ഫടിക കഷ്ണങ്ങൾ പാകി മിനുക്കിയ ഒരു കൊട്ടാരമാകുന്നു. അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവെ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുക എന്ന ദൗത്യവുമായി പിന്നീട് വരുന്നത് അടുത്ത കഥയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു കഥയില് അന്നത്തെ കാലത്ത്, അതായത്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം തുടങ്ങുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം നടക്കുന്നത്. അതിന്റെയും 4000 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. പക്ഷെ അന്ന് തന്നെ സുബ്ഹാനല്ലാഹ് പിന്നെ കൊട്ടാരങ്ങളിലെ നിലൊക്കെ പിന്നെ സ്ഫടിക കഷ്ണങ്ങൾ കൊണ്ട് പാകി മിനുക്കിയ രീതിയിലായിരുന്നു എന്നുള്ളതാണ്. അതില് കാല് വെക്കുമ്പം ഒരു ചില്ല് പാത്രത്തിൽ കാല് വെച്ച പോലെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അത് പിന്നെ വെള്ളമാണെന്ന് തോന്നിപ്പോയി എന്ന്. അത്രയും ഏഹ് മനോഹരമായ കൊട്ടാരമൊക്കെ ആയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കൊടുത്തത്. അത്രയും അനുഗ്രഹത്തിന്റെ ഉന്നതിയിൽ നിന്ന നബിയായിരുന്നു ആര്? സുലൈമാൻ അലൈഹി ഇസ്ലാം. അപ്പം ആ സുലൈമാൻ അലൈഹി ഇസ്ലാമാണ് ഈ ഒരു രാജ്ഞിയെ പിന്നെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നതും അവള് കൊട്ടാരത്തിൽ കയറി വന്നപ്പോൾ അവള് അവളുടെ പിന്നെ അവൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹത്തിനേക്കാൾ എത്രയോ വലിയ അനുഗ്രഹങ്ങൾ ഉള്ള നബിയാണ് ഇതെന്ന് അറിയുകയും അവള് കീഴൊതുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. അതായത് ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ടെന്ന് ബൽക്കീസ് രാജ്ഞി പറയുന്നത്. ബൽക്കീസ് എന്നായിരുന്നു അവരുടെ പേര് എന്നാണ് രാജ്ഞി പറയുന്നത്. പിന്നെ അവൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവൾ പറയുന്നത് ഞാന് മുസ്ലിങ്ങളിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഒക്കെ അത് പിന്നെ അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഞാൻ ശിർക്കായിരുന്നു ചെയ്തിരുന്നത് ഇത്രയും കാലം. അതായത് അള്ളാഹുവിനായിരുന്നു ഞാൻ കീഴ്നിന്നുകൊണ്ടേയിരുന്നത് എന്നുള്ളത് അവൾക്ക് മനസ്സിലാക്കി. അങ്ങനെയാണ് അവള് ഇസ്ലാമിലേക്ക് കയറി വന്നത് എന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാം എന്ന് പറയുന്ന മതം നമ്മൾ വിചാരിക്കുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ഒരു മതമൊന്നുമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ നിശ്ചയിച്ച സമയം മുതൽ തന്നെ മുസ്ലിം എന്നുള്ള സമൂഹം തന്നെയാണ് അള്ളാഹുവിന് കീഴൊതുങ്ങിയ സമൂഹത്തിന്റെ പേര്. അപ്പം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ കാലഘട്ടത്തിലെ കുഫറിലും അന്നത്തെ കാലഘട്ടത്തിലെ പിന്നെ ബിദ്അത്തിൽ നിന്നും ഒക്കെ സമൂഹത്തിനെ രക്ഷിച്ച് അതിനെ കറക്റ്റായിട്ട് പാത കാണിച്ചു തന്നു എന്നുള്ളത് മാത്രമാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അതേ മില്ലത്ത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതേ മില്ലത്തിൽ പെട്ടതാണ്. അതായത് അതേ സമൂഹത്തിൽ അവരെങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കി ജീവിച്ചത്, അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. ഹജ്ജും ഒക്കെ അതിൽ പെട്ടത് തന്നെയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച അതേ തൗഹീദ് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കൽപ്പിക്കപ്പെട്ടത്. അത് തന്നെയാണ് അതിനു മുമ്പ് കടന്നുപോയ സമൂഹത്തിനും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് മുസ്ലിങ്ങളായി എന്ന് അവർ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഭാഷ പലതും പലർക്കും പല രീതിയിലായിരിക്കും. പലരും ഹിബ്രു ഭാഷയൊക്കെ ഉപയോഗിച്ചവരുണ്ടായിരുന്നു അതിന്റെ മുമ്പൊക്കെ. അപ്പൊ ഭാഷ വേറെയാണെങ്കിൽ പോലും അവർ പറയുന്ന കാര്യം നമ്മൾ പറയുന്നതും അവർ പറയുന്നതും ഒന്ന് തന്നെയാണ്. ഓക്കെ. ഞാൻ അനുസരിച്ചു, ഞാന് കീഴൊതുങ്ങി, അസ്ലംതു എന്ന് പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞത്. ഓക്കെ. പിന്നെ അതിന് ശേഷമുള്ള കഥകള് ഇതില് ഖുർആനിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് പല പിന്നെ ഇതിലും വരുന്നത് ബൽക്കീസ് രാജ്ഞിയെ സുലൈമാൻ അലൈഹി ഇസ്ലാം വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. സഭയിലെ രാജ്ഞിയെ പിന്നെ ശാലോമിന് പരീക്ഷിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഈ ബൈബിളിലൊക്കെ കൊടുത്തിട്ടുള്ളതൊക്കെ. അതിൽ മഹത്തായ പരിവാരത്തോടും സുഗന്ധവർഗവും പൊന്നും രത്നവും ചുമന്ന ഒട്ടകങ്ങളും കൂടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പിന്നെ ബൽക്കീസ് രാജ്ഞി, അതായത് പിന്നെ സഭയിലെ രാജ്ഞി കയറി വന്നു എന്നുള്ളതാണ്. ഓക്കെ. ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു പിന്നെ സുലൈമാൻ നബിയുടെ കൊട്ടാരവും ഇതൊക്കെ ബൈത്തുൽ മുഖദ്ദിസിലായിരുന്നു. ഓക്കെ. ആ ബൈത്തുൽ മുഖദ്ദിസിന് വേണ്ടിയിട്ടാണ് ഇന്നും എന്ത് നടക്കുന്നത്? യുദ്ധങ്ങൾ നടക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ സുലൈമാൻ അലൈഹി ഇസ്ലാം അന്നത്തെ ആഭിജാത്യങ്ങളും ഒക്കെ എന്ത് ചെയ്തു?
അതൊക്കെ കുഴിച്ചു മൂടി എന്നാണ് പറയുന്നത്. ആ കുഴിച്ചു മൂടിയത് ബൈത്തുൽ മുഖദ്ദിസിന്റെ താഴെയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ അത് എടുക്കാനും വേണ്ടിയിട്ടാണ്, അത് കിട്ടിക്കഴിഞ്ഞാല് ലോകം തന്നെ കീഴടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ആ സമൂഹം ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കൊട്ടാരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. ഓക്കെ. അപ്പൊ ഈ ഒരു ബൈത്തുൽ മുഖദ്ദിസിന്റെ താഴെ പിന്നെ അതിന്റെ അന്നത്തെ കാലഘട്ടത്തില് നടന്ന ആഭിജാത്യങ്ങളും ഒക്കെ എഴുതി രേഖപ്പെടുത്തപ്പെട്ട എല്ലാ ഏടുകളും അതിന്റെ അടിയിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ്, അതിന്റെ അടിയിലേക്ക് കുഴിച്ചു മൂടി സുലൈമാൻ അലൈഹി ഇസ്ലാം എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ പിന്നീട് ആ നാട്ടിൽ അവര് പറയുന്നത് ആഭിജാത്യത്തിന്റെ രാജാവ് എന്ന പേരിലാണ് അവര് സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞിരുന്നത്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം സുലൈമാൻ അലൈഹി ഇസ്ലാം അതിനെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞതാണ് സംഭവിച്ചത്. അപ്പൊ ഇന്നും ആ യുദ്ധത്തിന്റെ പിന്നെ ഏറ്റവും എൻഡിങ് റിസൾട്ട് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല് ബൈത്തുൽ മുഖദ്ദിസ് കീഴടക്കുക എന്നുള്ളതാണ് അവര് ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അപ്പൊ അതാണ് കൊട്ടാരത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവളോട് പറയപ്പെട്ടു. എന്നാൽ അവൾ അത് കണ്ടപ്പോൾ അതൊരു ജലാശയമാണെന്ന് വിചാരിക്കുകയും തന്റെ കണങ്കാലിൽ നിന്ന് വസ്ത്രം മേലോട്ട് നീക്കുകയും ചെയ്തു. സുലൈമാൻ പറഞ്ഞു, ഇത് സ്ഫടിക കഷ്ണങ്ങൾ പാകി എനിക്ക് ഒരു കൊട്ടാരമാകുന്നു. അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവെ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിത് സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവള് അള്ളാഹുവിന് കീഴൊതുങ്ങിയ അവന്റെ അടിമയായിട്ട് മാറി. ഓക്കെ. നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുക എന്ന ദൗത്യവുമായി സമൂഹ സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ സാലിഹിനെയും നാം അയക്കുകയുണ്ടായി. അപ്പോഴതാ അവർ അന്യോന്യം വഴക്കടിക്കുന്ന രണ്ട് കക്ഷികളായി തീരുന്നു. ഓക്കെ. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്തിനാണ് നന്മയേക്കാൾ മുമ്പായി തിന്മയ്ക്ക് തിടുക്കം കൂട്ടുന്നത്? നിങ്ങൾക്ക് അള്ളാഹുവോട് പാപമോചനം തേടിക്കൂടെ? എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെട്ടേക്കാം. അവർ പറഞ്ഞു, നീ മൂലവും നിന്റെ കൂടെയുള്ളവർ മൂലവും ഞങ്ങൾ ശകുനപ്പിഴയിലായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ശകുനം അള്ളാഹുവിൽ രേഖപ്പെടുത്തപ്പെട്ടത്രേ. അല്ല, നിങ്ങൾ ദൈവികമായ പരീക്ഷണത്തിന് വിധേയരാകുന്ന ഒരു ജനതയാകുന്നു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരും ഒരു നന്മയുണ്ടാക്കാത്തവരുമായ 9 പേർ ആ പട്ടണത്തിലുണ്ടായിരുന്നു. അവനെ, സ്വാലിഹിനെയും അവന്റെ ആളുകളെയും നമുക്ക് രാത്രിയിൽ കൊന്നുകളയണമെന്നും പിന്നീട് അവന്റെ അവകാശിയോട് തന്റെ ആളുകളുടെ നാശത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല, തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു എന്ന് നാം പറയണമെന്നും നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യണമെന്നും അവർ തമ്മിൽ പറഞ്ഞുറച്ചു. അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു. അവർ ഓർക്കാതിരിക്കെ നാം ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്നിട്ട് അവരുടെ തന്ത്രത്തിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. അത് അവരെയും അവരുടെ ജനങ്ങളെയും മുഴുവനും നാം തകർത്തു കളഞ്ഞു. അങ്ങനെ അവർ അക്രമം പ്രവർത്തിച്ചതിന്റെ ഫലമായി അവരുടെ വീടുകൾ അതാ ശൂന്യമായി വീണടിഞ്ഞു കിടക്കുന്നു. തീർച്ചയായും മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. വിശ്വസിക്കുകയും ധർമ്മനിഷ്ഠ പാലിച്ചു വരികയും ചെയ്തവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ലൂത്തിനെയും ഓർക്കുക. ഇവിടെ ഈ കഥയില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൽ ഷുറായിലും സമൂദ് ഗോത്രത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടകത്തിനെ പിന്നെ ഒട്ടകത്തിനെ കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചത്. ഒക്കെ ഒട്ടകത്തെ അവർ പിന്നെ ആദ്യം കാല് വെട്ടിയിട്ടാണ് ഒട്ടകത്തിനെ ഇതാക്കിയത്. അത്രയും വലിപ്പമുണ്ടായിരുന്നു ഒട്ടകം എന്ന്. ഒരു പിന്നെ മല പിളർന്നിട്ടാണ് ഒട്ടകം ഇറങ്ങി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഗർഭിണിയായിരുന്നു. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒട്ടകത്തിനെയാണ് അവര് വിശ്വാസികൾ എന്ത് ചെയ്തത്? അവര് കൊല ചെയ്തത്. ഓക്കെ. അത്രയും നികൃഷ്ടമായിട്ടാണ് അവര് ആ ഒട്ടകത്തിനെ നശിപ്പിച്ചത്. ആ ഒട്ടകം അള്ളാഹുവിന്റെ ഒട്ടകമാണെന്ന് പറഞ്ഞിട്ട് പോലും അവര് അത് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത്. ഓക്കെ. അപ്പം ഇത്രയും ദുഷ്ടത്തരം കാണിച്ചത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയത്? അവരെ മുഴുവനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞത്. നമ്മളും അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നത് ഒരിക്കലും എന്താവൂല, പെട്ടെന്ന് നശിപ്പിക്കുന്നില്ല. നമ്മൾ അത്രയും ദുൽമിലായാൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നശിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ പറയാൻ പാടില്ല അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നമ്മൾ പറയാൻ പാടില്ല. സുബ്ഹാനഹു വ തആല അത്രയും റഹ്മത്തിന്റെ ഉടമസ്ഥനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കാരുണ്യം ഒരിക്കലും നശിച്ചു പോകുന്നില്ല. അത് അത്രയും
സമൂഹം നാശത്തിൽ അകപ്പെട്ടാൽ മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഇറങ്ങുകയുള്ളൂ. ശേഷം പറഞ്ഞതിനെയും നോക്കൂ, അദ്ദേഹം തന്റെ ജനതയോട് കണ്ടറിഞ്ഞുകൊണ്ട് നീതിവൃത്തി ചെയ്യും. നിങ്ങൾ കാമുകൾക്കായി സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുകയാണോ? നിങ്ങൾ അവിവേകം കാണിക്കുന്ന ജനതയാണ്. യൂത്തിന്റെ അനുയായികളെ നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി അവർ ശുദ്ധി പാലിക്കുന്ന കുറെ ആളുകളാകുന്നു എന്ന് പറഞ്ഞത് മാത്രമായി ജനതയുടെ പിന്നെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ചെയ്തത് പുരുഷന്മാരുടെ പിന്നാലെ ചെല്ലുന്ന സ്ഥിതിയായിരുന്നു. ആ നാട്ടിലൂടെ ഒരാൾക്കും കടന്നു പോകാൻ പറ്റില്ലായിരുന്നു. അവരുടെ ഈ ദുഷ്ടത്തരം കാരണം ആളുകൾ ഭയത്തോട് കൂടിയിട്ടായിരുന്നു ആ നാട്ടിലൂടെ യാത്ര ചെയ്തിരുന്നത്. സൗണ്ട് ബ്രേക്ക് ആവണ്ട. ഇപ്പൊ ശരിയായോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പം പിന്നെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഇത് ഷാമിൽ നിന്ന്, അതായത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് പിന്നെ ഖുറൈശികള് യാത്ര ചെയ്യുമ്പം അവര് ആ യാത്രയില് ആ നാട്ടിൽ കൂടി അവര് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കഥകളൊക്കെ അറിയാം. ആ നാട്ടില് സംഭവിച്ചത് എന്താണെന്നുള്ളതൊക്കെ അവർക്ക് അറിയാം. അപ്പം അവിടെ ആ നാട്ടിലൂടെ ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അത്രയും ദുൽമായിരുന്നു ഇവരിൽ നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ആളുകളെ പുരുഷന്മാരെ കാണുമ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുക, ആളുകള് പിന്നെ അവരെ ഉപയോഗിക്കുക, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ ഇറക്കിയത്. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും നാം രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴികെ പിന്മാറി നിന്നവരുടെ കൂട്ടത്തിലാണ് നാം അവളെ കണക്കാക്കിയത്. അവരുടെ മേൽ നാം ഒരു മഴ വർഷിപ്പിക്കുകയും ചെയ്ത് താക്കീത് നൽകപ്പെട്ടവർക്ക് ലഭിച്ച ആ മഴ എത്ര മോശം. നബിയെ പറയുക, അള്ളാഹുവിന് സ്തുതി, അവൻ തിരഞ്ഞെടുത്ത അവന്റെ ദാസന്മാർക്ക് സമാധാനം. അള്ളാഹു ആണോ ഉത്തമൻ, അതല്ല അവനോട് അവർ പങ്കു ചേർത്തവയോ. അഥവാ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് വെള്ളം ചൊരിഞ്ഞു തരികയും ചെയ്തവനോ, അതോ അവരുടെ ദൈവങ്ങളോ. എന്നിട്ട് അത് വെള്ളം മൂലം കൗതുകമുള്ള ചില തോട്ടങ്ങൾ നാം മുളപ്പിച്ചുണ്ടാക്കി തരികയും ചെയ്തു. അവയിലെ വൃക്ഷങ്ങൾ മുളപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. അള്ളാഹുവോടൊപ്പം വേറെ വല്ല ദൈവവുമുണ്ടോ? അല്ല, അവർ വ്യതിചലിച്ചു പോകുന്ന ജനതയാകുന്നു. ഈ പിന്നെ വിത്തിട്ട് കഴിഞ്ഞാല് ആ വിത്ത് മുളച്ച് വൃക്ഷമായി മാറുന്നത് സുബ്ഹാനല്ലാഹ്, അത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത പ്രോസസ്സാണത്. വിത്തിട്ടെന്ന് വിചാരിച്ചിരുന്ന ഒരിക്കലും അതെന്താവില്ല, അത് മുളച്ചു പൊന്തില്ല. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റ് ഊതുകയും ആ കാറ്റ് കൊണ്ട് അതിനെ പിന്നെ അതിന്റെ ആ മണ്ണിനെ പിളർത്തുകയും എന്നിട്ടാണ് ആ വിത്ത് പുറത്തേക്ക് വരുന്നതും അത് ചെടിയായി മാറുന്നതും. ഇത് നമുക്ക് മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു പ്രോസസ്സാണ്. എത്രയോ വിത്തിട്ടാലും ചിലതൊന്നും മുളക്കാറില്ല. അതില് ചിലത് മാത്രമേ മുളക്കുന്നുള്ളൂ. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് മാത്രമേ ഭൂമിയിൽ നിർജീവാവസ്ഥയിൽ നിന്ന് സജീവാവസ്ഥയിലേക്ക് വരികയുള്ളൂ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല, ഒരു വൃക്ഷമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ ഭൂമിയെ നിവാസ യോഗ്യമാക്കുകയും അതിനിടയിൽ നദികൾ ഉണ്ടാക്കുകയും അതിന് ഉറപ്പ് നൽകുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കുകയും രണ്ടു തരം ജലാശയങ്ങൾക്കിടയിൽ ഒരു തടസ്സമുണ്ടാക്കുകയും ചെയ്തവനോ, അതോ അവരുടെ ദൈവങ്ങളോ. അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ദൈവമുണ്ടോ? അല്ല, അവരിൽ അധിക പേരും അറിയുന്നില്ല. അതായത് എന്തൊക്കെയാണ് പറഞ്ഞത്? ഭൂമിയിൽ വാസയോഗ്യമാക്കി, അതുപോലെ തന്നെ അതിനിടയിൽ നദികൾ ഉണ്ടാക്കി, ആ നദികൾക്ക് ഉറപ്പ് നൽകുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കി, ആ പർവ്വതങ്ങൾക്ക് ആ നദികൾക്കിടയിൽ എന്തുണ്ടായി, തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചു. നമ്മളൊക്കെ ഇപ്പൊ കാണുന്നുണ്ടാവും അല്ലെ, നദികള്, രണ്ട് നദികള് തമ്മിൽ ചേരുന്ന സ്ഥലം, അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുന്നില്ല, രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുന്നത്. കടലും നദിയും കൂടി ചേരുന്ന സ്ഥലം പിന്നെ അഴിമുഖം എന്ന് പറയും. അത് രണ്ടും ഒരുമിച്ച് ചേരുന്നില്ല. ഒന്ന് നോർമൽ വെള്ളമാണ്, മറ്റേത് എന്താണ്, കടൽ വെള്ളമാണ്. കടൽ വെള്ളം ഒരിക്കലും നദിയിലേക്ക് കയറുന്നില്ല, നദിയിലെ വെള്ളം ഒരിക്കലും കടലിലേക്കും കയറുന്നില്ല. രണ്ടും ഇടയിൽ നിന്നിട്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ
മാത്രം കഴിവാണെന്നുള്ളത് ഇവിടെ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അഥവാ കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുകയും വിഷമം നീക്കി കൊടുക്കുകയും നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്യുന്നവനോ അതല്ല അവരുടെ ദൈവങ്ങളോ അള്ളാഹുവോടൊപ്പം വേറെ വല്ല ദൈവമുണ്ടോ കുറച്ച് മാത്രമേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അള്ളാഹുവെ എന്ന് വിളിച്ചു കഴിഞ്ഞാല് ഉത്തരം നൽകാന് ദുനിയാവില് ഒരാളെ കൊണ്ടും കഴിയില്ല എന്നാണ്. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നത്തെ നീക്കിത്തരാന് നമ്മൾ എത്ര ആളുകളുടെ പിന്നാലെ നടന്നാലും അത് പൂർത്തിയാവൂല. നമുക്ക് എത്ര ആളുകൾ നമുക്ക് തന്നെ അറിയാം. നമുക്ക് എത്ര തന്നെ ആളുകൾ സഹായം ചെയ്തു തന്നാലും നമുക്ക് ജീവിതമാർഗം ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാല് എത്ര തന്നെ ആളുകൾ നമ്മളെ സഹായിച്ചാലും നമ്മുടെ ആവശ്യം പൂർത്തിയാവൂല. ഉം. നമുക്ക് ചിലപ്പോ 5000, 10,000, 20,000 ഒക്കെ ഒരു മാസം അവര് തരുന്നുണ്ടാവും. പക്ഷെ നമുക്കത് പൂർത്തിയാവൂല. നമുക്കത് തികയൂല. എന്നാൽ നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പൈസയാണെന്നുണ്ടെങ്കിൽ അത് 1000 റുപ്യ നമുക്കത് മതിയാവും ചെയ്യും. നമ്മൾ അതുകൊണ്ട് നല്ല സന്തോഷത്തിൽ ജീവിക്കുകയും ചെയ്യും. ഒരാൾ നമുക്ക് എത്ര തന്നെ തന്നാലും നമുക്കത് മതിയാവൂല, അത് തികയൂല. സുബ്ഹാനല്ലാഹ് എത്ര അതൊന്നും നമുക്ക് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനും കൂടി കഴിയില്ല. എത്ര ആളുകൾ നമ്മളെ സഹായിച്ചാലും നമ്മുടെ ആവശ്യം തീരെയില്ല. എന്നാൽ നമുക്കൊരു ജീവിതമാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നാല് അതിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാവുന്നത് നമുക്ക് അനുഭവിക്കാനും കഴിയുന്നുണ്ട്. ഇതാണ് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം മാത്രമാണ് നമ്മുടെ ജീവിതമാർഗങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളോട് കൈനീട്ടുന്നതിനേക്കാളും എത്രയോ ഹൈറാണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ചാണെങ്കിൽ പോലും അത് അതിന് ബർക്കത്തുണ്ടാവും എന്ന് പറയുന്നത്. അഥവാ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുകയും തന്റെ കാരുണ്യത്തിന് മുമ്പായി സന്തോഷ സൂചകമായി കാറ്റുകളെ അയക്കുകയും ചെയ്തവനാണോ? അതല്ല നിങ്ങളുടെ ദൈവങ്ങളോ? അള്ളാഹുവോടൊപ്പം മറ്റു വല്ല ദൈവങ്ങളുമുണ്ടോ? അവർ പങ്കുചേർത്തതിനെല്ലാം അള്ളാഹു അതീതനായിരിക്കുന്നു. അഥവാ സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തവനോ? അതല്ല അവരുടെ ദൈവങ്ങളോ? അള്ളാഹുവോടൊപ്പം വേറെ വല്ല ദൈവങ്ങളുമുണ്ടോ? നബിയെ പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾക്കുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവയ്ക്കുക. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കഴിവുകളെ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ചോദിക്കുന്നത്. നിങ്ങള് നിങ്ങള് സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങള് ഉത്തരം പറയുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നത്. നബിയെ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരാരും അദൃശ്യകാര്യം അറിയുകയില്ല അള്ളാഹു അല്ലാതെ. തങ്ങൾ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും അവർക്കറിയില്ല. അല്ല അവരുടെ അറിവ് പരലോകത്തിൽ എത്തി നിൽക്കുകയാണ്. അല്ല അവർ അതിനെപ്പറ്റി സംശയത്തിലാകുന്നു. അല്ല അവർ അതിനെപ്പറ്റി അന്ധതയിൽ കഴിയുന്നവരത്രേ. അവിശ്വസിച്ചവർ പറഞ്ഞു, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ഒക്കെ മണ്ണായി കഴിഞ്ഞാൽ ഞങ്ങൾ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുകയാണ് എന്നോ? ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പിതാക്കളും ഇപ്രകാരം വാഗ്ദാനം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. പൂർവ്വപുങ്ങന്മാരുടെ ഇതിഹാസങ്ങൾ മാത്രമാകുന്നു ഇത്. ഓക്കെ, ഇതൊക്കെ അവര് പറയണ്, ഇതൊക്കെ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പൂർവ്വപുങ്ങന്മാരുടെ കഥകൾ മാത്രമായിരുന്നു, ഇതിഹാസങ്ങൾ. അതായത് അവരുടെ വലിപ്പത്തരം പറയൽ മാത്രമായിരുന്നു എന്നാണ് അവരൊക്കെ ഇതിനെ കാണുന്നത് എന്ന്. നബിയെ പറയുക, നിങ്ങൾ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചിട്ട് കുറ്റവാളികളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന് നോക്കുക. നീ അവരുടെ പേര് ദുഃഖിക്കേണ്ട. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രത്തെ പറ്റി നീ മനപ്രയാസത്തിലാവുകയും വേണ്ട. അവർ പറയുന്നു, എപ്പോഴാണ് ഈ വാഗ്ദാനം നടപ്പിൽ വരിക? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ പറഞ്ഞു തരൂ. അതായത് എപ്പോഴും ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിലും ഉണ്ട് അല്ലെ. ആളുകൾ എന്തെങ്കിലും നന്മ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളിയാക്കുക, ചോദ്യം ചെയ്യുക, ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നീ പറയുക, നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചിലത് ഒരു പക്ഷേ നിങ്ങളുടെ തൊട്ടുപിറകിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരോട് ഔദാര്യമുള്ളവൻ തന്നെയാകുന്നു. പക്ഷെ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും എല്ലാം നിന്റെ രക്ഷിതാവ് അറിയുന്നു. ആകാശത്തിലോ ഭൂമിയിലോ മറഞ്ഞു കിടക്കുന്ന യാതൊരു കാര്യവും സ്പഷ്ടമായ രേഖയിൽ രേഖപ്പെടുത്താതിരുന്നിട്ടില്ല. ഭൂമിയിലെ എന്ത് കാര്യങ്ങളും കഴിഞ്ഞതും വരാനിരിക്കുന്നതും ഒക്കെ എന്താണ്? അതൊക്കെ മുൻകൂട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കഴിഞ്ഞതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെയും ആകാശങ്ങളെയും മനുഷ്യനെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, മനുഷ്യരെ
പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിജാലങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് ഭൂമിയിൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവനും വിളിച്ചു കൂട്ടി എന്നുള്ളതാണ്. അത് അവരോട് ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. ഇത് ഈ നമ്മുടെ റൂഹിനെയാണ് ആ വിളിച്ചു കൂട്ടിയത് എന്ന്. നമ്മുടെ റൂഹ് നമുക്ക് മുന്നേ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാണോ ഭൂമിയിൽ നമ്മൾ ജനിക്കാൻ പോകുന്നത്, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റൂഹിനെ അതിൽ ഊതുകയാണ് ചെയ്യുന്നത്, ആ ശരീരത്തിൽ ഊതുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രകാരം ഉണ്ടായ ശരീരമാണ്. ഇത് നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ശരീരമോ ഭംഗിയോ സൗന്ദര്യമോ പിന്നെ കുടുംബങ്ങളോ ഒന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവന്റെ ആദിയിൽ അവന്റെ അറിവിൽ മുൻകടന്നു പോയിട്ടുള്ള കുടുംബങ്ങളും ബന്ധുക്കളും സമൂഹവും ഒക്കെയാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. ഇതൊക്കെ ദുനിയാവില് ഒരു ദിവസം അവസാനിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് മാത്രം നൽകിയ അനുഗ്രഹങ്ങളാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക. അതിന് നമ്മള് പിന്നെ അമിതത്വം കാണിക്കരുത് എന്നുള്ളത് മാത്രമേ. പക്ഷെ പിശുക്ക് കാണിച്ച് നമ്മൾ അതിനെ കൂട്ടി വെച്ചിട്ടും നമ്മൾ അതിനെ ഒതുക്കി നിർത്തിയിട്ടും നമ്മൾ വെറും വിഡ്ഢികളാവുകയാണ്. കാരണം എന്താണ്? നമുക്ക് വേണ്ടിയിട്ടായിട്ട് നൽകിയ ഒരു അനുഗ്രഹമാണ് അത്. ആ നമുക്ക് വേണ്ടിയിട്ട് നൽകിയ അനുഗ്രഹം നമ്മൾ പോകുന്നതോട് കൂടിയിട്ട് അത് ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് ഉപയോഗിക്കാതെ നമ്മളത് കെട്ടിപ്പൂട്ടി വെച്ചിട്ടും നമ്മളത് പിന്നെ വിനിയോഗിക്കാതിരുന്നിട്ടും നമുക്കാണ് അതിന്റെ നഷ്ടമുള്ളത്. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആ ഒരു ദിവസത്തിലെ നമ്മുടെ അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമുക്ക് കിട്ടിയ ഓരോ ദിവസവും എന്താക്കുക, നമ്മൾ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ അതിന് തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടും നാളേക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടും നാളെ നമ്മൾ എന്ന് പറയുന്ന ദിവസമൊന്നും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. നാളെ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ എന്ന് പറഞ്ഞത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു. അപ്പൊ ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മളെ നിയന്ത്രണത്തിൽ ഇരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തിന് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക ആണ് ഏറ്റവും ഒരു സത്യവിശ്വാസിയുടെ ബുദ്ധിയുള്ള കഴിവ് എന്ന് പറയുന്നത്. ബുദ്ധിയുള്ള സത്യവിശ്വാസി അങ്ങനെയാണ് ജീവിക്കുക. ബുദ്ധിയില്ലാത്ത വിഡ്ഢികളാണ് നാളേക്കൽക്ക് വേണ്ടിയിട്ടും മറ്റന്നാളേക്കൽക്ക് വേണ്ടിയിട്ടും 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ളതിന് വേണ്ടിയിട്ടും ഒക്കെ എടുത്തു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഷുറൻസിനൊക്കെ ഇസ്ലാം എന്ത് ചെയ്യുന്നത്? നിരാകരിക്കുന്നത്. ഇൻഷുറൻസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ഭാവിനെ നമ്മള് നിശ്ചയിക്കുകയാണ്. ഭാവിയിൽ ഇങ്ങനെ വരുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്യും, എന്റെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഭാവിയിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും, ആ മോളെ വിവാഹം നമുക്ക് ചെയ്യാൻ കഴിയോ, നടത്താൻ കഴിയോ ഒന്നും നമുക്കറിയില്ല. ഒക്കെ അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കേണ്ട സത്യവിശ്വാസി, തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയേണ്ട സത്യവിശ്വാസി ഭൂമിയിലുള്ള വസ്തുക്കളുടെ സബബുകളുമായിട്ട് കണക്ട് ചെയ്യണത്. അതുകൊണ്ടാണ് അതിനൊക്കെ ഇസ്ലാം നിരാകരിക്കുന്നത്. ഇസ്രായേൽ സന്തതികൾ അഭിപ്രായ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ മിക്കതും ഈ ഖുർആൻ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. തീർച്ചയായും ഇത് സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യമാകുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്റെ വിധിയിലൂടെ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അവൻ എത്ര പ്രതാപിയും സർവജ്ഞനും. അതിനാൽ നീ അള്ളാഹുവെ വരമേൽപ്പിച്ചു കൊള്ളുക. തീർച്ചയായും നീ സ്പഷ്ടമായ സത്യത്തിൽ തന്നെയാകുന്നു. മരണപ്പെട്ടവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. തീർച്ച ബധിരന്മാർ പുറംതിരിഞ്ഞു മാറിപ്പോയാൽ അവരെയും നിനക്ക് വിളി കേൾപ്പിക്കാനാവില്ല. അന്ധന്മാരെ അവരുടെ ദുർമാർഗത്തിൽ നിന്ന് വേർവഴിക്ക് കൊണ്ടുവരാനും നിനക്ക് കഴിയില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുകയും തന്നിമിത്തം കീഴൊതുങ്ങുന്നവരായിരിക്കുകയും ചെയ്യുന്നവരെ അല്ലാതെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. ആ വാക്ക് അവരുടെ മേൽ വന്നു ഭവിച്ചാൽ ഭൂമിയിൽ നിന്ന് ഒരു ജന്തുവെ നാം അവരുടെ നേരെ പുറപ്പെടുവിക്കുന്നതാണ്. മനുഷ്യർ തന്റെ ദൃഷ്ടാന്തങ്ങൾ ദൃഢവിശ്വാസം കൊള്ളാതിരിക്കുകയായിരുന്നു എന്ന വിഷയം അത് അവരോട് സംസാരിക്കുന്നതാണ്. ഇതാണ് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ദൃഷ്ടാന്തം. അതില് ആ ഒരു ജന്തു ഭൂമിയിൽ വരും എന്നുള്ളതാണ്. ജീവി അത് പിന്നെ അവരോട് സംസാരിക്കും എന്നാണ്. ആ മൃഗം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും പറഞ്ഞിട്ടില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ എണ്ണിയ ഒരു കാര്യമാണ് ഈ ജീവിയുടെ ഭൂമിയിൽ വരല് എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് ഒരു വർത്തമാനം പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുവരെയും ഞാൻ അത് വിസ്മരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. അന്ത്യനാളിന്റെ അടയാളമായി പ്രത്യക്ഷപ്പെടുന്ന ദൃഷ്ടാന്തങ്ങൾ ആദ്യമായി ഉണ്ടാകുന്നത് സൂര്യൻ അതിന്റെ അസ്തമന ദിക്കിൽ നിന്ന് ഉദയം ചെയ്യലും ഒരു
ഖുർആന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം നേരത്ത് ജനങ്ങളിൽ ഒരു മൃഗം, ഒരു ജീവി പ്രത്യക്ഷപ്പെടലുമാകുന്നു. ഈ രണ്ടിൽ വെച്ച് ഏതൊന്ന് തന്റെ തുണയുടെ മുമ്പുണ്ടായോ ഉടനെ അടുത്ത് തന്നെ അതിനെ തുടർന്നുള്ളതും ഉണ്ടാകുന്നതാണ്. അതായത് സൂര്യന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്ന് പറയുന്നത് ഉണ്ടായതിന്റെ ശേഷം തന്നെ അടുത്തത് എന്താണ്, ഇങ്ങനെ ജീവി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ. ദാബത്ത് എന്ന് പറയുന്നത്, ദാബത്തുൽ അർദ് എന്ന് പറയുന്ന ആണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്. അപ്പം ഇത് ഏത് തരമുള്ള വസ്തുവാണ് എന്നുള്ള ഒന്നും നമുക്കറിയില്ല. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഖുർആനില് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ അത് പറഞ്ഞു തന്നു എന്നുള്ളതല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സൂര്യൻ അതിന്റെ അസ്തമന ദിക്കിൽ നിന്ന് ഉദയം ചെയ്യുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല. അങ്ങനെ അത് ഉദയം ചെയ്യുകയും ജനങ്ങൾ അത് കാണുകയും ചെയ്യുമ്പോൾ അവർ എല്ലാവരും അതിൽ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് തന്നെ സൂര്യന് പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഭയപ്പെട്ടു അല്ലെ, ഭയപ്പാട്ടിലായി കഴിഞ്ഞു. അതോടുകൂടിയിട്ട് നമ്മൾ പറയും അള്ളാഹുൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അതാണ് പറഞ്ഞത്, എല്ലാവരും അള്ളാഹുൽ വിശ്വസിക്കും. അതാകട്ടെ ഒരു ദേഹത്തിനും അതിന്റെ വിശ്വാസം ഫലം ചെയ്യാത്ത സമയമായിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ പറയുന്ന ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നത് സ്വീകരിക്കപ്പെടൂല എന്നാണ്. കാരണം പിന്നെ ഫിറഔന് അവസാനത്തില് എൻഡിങ്ങിന്റെ സമയത്ത് പിന്നെ മൂസയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പിന്നെ അതായത് കടല് ഇങ്ങനെ കൂടിച്ചേരുന്നത് കാണുമ്പം അവര് കടലിന്റെ ഇടയിൽ പെട്ടല്ലോ. അപ്പൊ കടലിൽ നിന്ന് കടല് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് അതിനെ കൊണ്ട് മൂടുകയാണ്. അപ്പൊ അവര് പറയും ഞാൻ മൂസയുടെ ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും എന്നാണ്. പക്ഷെ അപ്പം അത് ആ വിശ്വാസം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് അന്ത്യസമയം എത്തിക്കഴിഞ്ഞിട്ട് നമ്മള് ഞാൻ വിശ്വസിച്ചിരുന്നു എത്തുന്നു എന്ന് പറഞ്ഞാല് അത് പിന്നീട് വിശ്വാസമായിട്ട് സ്വീകരിക്കൂല. കാരണം നമുക്ക് അമല് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം സ്വീകരിക്കപ്പെടുള്ളൂ എന്നാണ്. കാരണം അപ്പോഴല്ലേ ഭൂമിയിലെ വസ്തുക്കളെ മുന്നില് നമുക്ക് ഉണ്ടായിരിക്കെ വിശ്വസിക്കുന്ന വിശ്വാസമാണ് വിശ്വാസം. അല്ലാതെ മരിക്കാൻ നേരത്തെ അന്ത്യസമയത്ത് പിന്നെ തുള്ളി വെള്ളം വായിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂമിയിലേക്ക് തിരിച്ചു മടങ്ങാനുള്ള അവന്റെ ആഗ്രഹം മാത്രമാണത്. അപ്പൊ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ആ വാക്ക് അവരുടെ മേൽ വന്നു ഭവിച്ചാൽ ഭൂമിയിൽ നിന്ന് ഒരു ജന്തുവെ നാം അവരുടെ നേരെ പുറപ്പെടുവിക്കുന്നതാണ്. മനുഷ്യർ തന്റെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢവിശ്വാസം കൊള്ളാതിരിക്കുകയായിരിക്കുന്നു എന്ന വിഷയം അത് അവരോട് സംസാരിക്കുന്നതാണ്. ഓരോ സമുദായത്തിൽ നിന്നും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു തള്ളുന്ന ഓരോ സംഘത്തെ നാം ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ അവർ ക്രമത്തിൽ നിർത്തപ്പെടുകയും ചെയ്യുന്ന ദിവസത്തെ ഓർക്കുക. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ അവൻ പറയും എന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി തികച്ചും മനസ്സിലാക്കാതെ നിങ്ങൾ അവയെ നിഷേധിച്ചു തള്ളുകയാണോ ചെയ്തത്? അതല്ല എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ അക്രമം പ്രവർത്തിച്ചത് നിമിത്തം ശിക്ഷയെ പറ്റിയുള്ള വാക്ക് അവരുടെ മേൽ വന്നു ഭവിച്ചു. അപ്പോൾ അവർ യാതൊന്നും ഉരിയാടുകയില്ല. അതായത് അള്ളാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന സമയത്ത് പിന്നീട് നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. സംസാരം അതോടുകൂടി നിൽക്കും. നമ്മുടെ ശരീരഭാഗങ്ങൾ പിന്നീട് അള്ളാഹുമായിട്ട് സംസാരിക്കുന്നതാണ്. ഓക്കെ. രാത്രിയെ നാം അവർക്ക് സമാധാനമടയാനുള്ളതാക്കുകയും പകലിനെ പ്രകാശമുള്ളതാക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ കണ്ടില്ലേ? വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസത്തെ ഓർക്കുക. അപ്പോൾ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും ഭയവിഹ്വലരായി പോകും. അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എല്ലാവരും എളിയവരായിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും. പർവ്വതങ്ങളെ നീ കാണുമ്പോൾ അവ ഉറച്ചു നിൽക്കുന്നതാണ് എന്ന് നീ ധരിച്ചു പോകും. എന്നാൽ അവ മേഘങ്ങൾ ചലിക്കുന്നത് പോലെ ചലിക്കുന്നതാണ്. എല്ലാ കാര്യവും കുറ്റമറ്റതാക്കി തീർത്ത അള്ളാഹുവിന്റെ പ്രവർത്തനം എത്രയത്! തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകും. പർവ്വതങ്ങൾക്ക് വലിപ്പം വെക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞതാണ്. പർവ്വതത്തിനും ചലനമുണ്ട് എന്നുള്ളത്. പർവ്വതം ഒരിക്കലും എന്തല്ല, അത് നിൽക്കുന്ന നിൽപ്പിൽ നിൽക്കുകയല്ല. അതിന് അനക്കമുണ്ട്, അതിന് ശ്വസിക്കുന്നുണ്ട്, അതിന് പിന്നെ ഇളക്കമുണ്ട് എന്നുള്ളതൊക്കെ ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ്. ആർ നന്മയും കൊണ്ടുവന്നു അന്ന് അതിനേക്കാൾ ഉത്തമമായത് ഉണ്ടായിരിക്കും. അന്ന് ഭയവിഹ്വലതയിൽ നിന്ന് അവർ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. നന്മ ചെയ്തവർക്ക് എപ്പോഴും സമാധാനം ഉണ്ടാകും എന്നാണ്.
ആർ തിന്മയും കൊണ്ടുവന്നു അവർ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നു. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ളതാണ്. നീ പറയുക, ഈ രാജ്യത്തെ പവിത്രമാക്കി തീർത്ത് അതിന്റെ രക്ഷിതാവിനെ ആരാധിക്കുവാൻ മാത്രമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വസ്തുവും അവന്റേതിട്ട് ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കണമെന്നും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യം എന്ന് പറഞ്ഞത് മക്കയെ കുറിച്ചാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട കാബ എന്ന കാബ ഇരിക്കുന്നത് ഒന്നാമത്തെ ദേവാലയം കാബയാണെന്നാണ്, അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതൊക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സൂറത്ത് ഇറങ്ങിയത് എവിടെയാണ്, മക്കയിലാണ് എന്നുള്ളതൊക്കെ. അതാണ് ഈ രാജ്യത്തിന്റെ റബ്ബ് എന്ന് പറഞ്ഞത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത് ഒക്കെ. അള്ളാഹുവിന് അത്രയും തൃപ്തിപ്പെട്ട രാജ്യമാണ് എന്ത്, മക്ക എന്ന് പറയുന്നത്. ഖുർആൻ ഓതി കേൾപ്പിക്കുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ വല്ലവനും സന്മാർഗം സ്വീകരിക്കുന്ന പക്ഷം സ്വന്തം ഗുണത്തിനായി തന്നെയാണ് അവൻ സന്മാർഗം സ്വീകരിക്കുന്നത്. വല്ലവൻ വ്യതിചലിച്ചു പോകുന്ന പക്ഷം നീ പറഞ്ഞേക്കുക, ഞാൻ മുന്നറിയിപ്പുകാരിൽ ഒരാൾ മാത്രമാകുന്നു. പറയുക, അള്ളാഹുവിന് സ്തുതി, തന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവ മനസ്സിലാവും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യാതൊന്നിനെ പറ്റിയും നിങ്ങളുടെ രക്ഷിതാവ് അശ്രദ്ധനല്ല. ഇതാണ് സൂറത്തുൻ നംലിലുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനിയുള്ളത് സൂറത്തുൽ ഖസസ്, അതായത് കഥകൾ മാത്രമായിക്കൊണ്ടുള്ള ഒരു സൂറത്താണിത്. 58 വചനങ്ങളാണുള്ളത്. ഓക്കെ. മക്കയിൽ നിന്ന് കുറച്ചു ഭാഗം മദീനയിലുള്ളതാണെന്നും കുറച്ചു ഭാഗം മദീനയിലേക്കുള്ള വഴിമധ്യയാണ്. അതായത് ഹിജ്റിൽ കൂടി പോകുമ്പോൾ, അതായത് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് ബാക്കി ഭാഗം അവതരിച്ചതും എന്നാണ് പറയുന്നത്. ഓക്കെ. അല്ലാഹു അലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീൻ മീം. കേവലാക്ഷരങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ എത്രയാവാം. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മൂസയുടെയും ഫിർഔന്റെയും വൃത്താന്തത്തിൽ നിന്ന് സത്യപ്രകാരം നാം ഓതി കേൾപ്പിക്കുന്നു. ഇതിലെ കഥകൾ മുഴുവനും നമ്മൾ മുൻപേ കടന്നു പോയിട്ടുള്ള കഥകളാണ്. ഏതെങ്കിലും ഒരു കഥ അറിയാത്തതുണ്ടെങ്കിൽ മാത്രമേ ഇത് ഞാൻ വിശദീകരിക്കുകയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കഥകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രീതിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കഥകൾ നമുക്ക് കഴിഞ്ഞു പോയതാണൊക്കെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തീർച്ചയായും ഫിർഔൻ നാട്ടിൽ ഔന്നിത്യം നടിച്ചു. അവിടത്തുകാരെ അവൻ വ്യത്യസ്ത കക്ഷികളാക്കി തീർക്കുകയും ചെയ്തു. അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കിയിട്ട് അവരുടെ ആൺമക്കളെ അറുകൊല നടത്തുകയും അവരുടെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് തീർച്ചയായും അവൻ നാശകാരികളിൽപ്പെട്ടവനാകുന്നു. നാം ആകട്ടെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ദുർബലരോട് ഔദാര്യം കാണിക്കുവാനോ അവരെ നേതാക്കളാക്കുവാനോ അവരെ നാടിന്റെ അനന്തരാവകാശികളാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക്, ആ മർദ്ദിതർക്ക് ഭൂമിയിൽ സ്വാധീനം നൽകുവാനും ഫിർഔനും ഹാമാനും അവന്റെ സൈന്യങ്ങൾക്കും അവരിൽ നിന്ന് തങ്ങൾ ശങ്കിച്ചിരിക്കുന്ന എന്തോ അത് കാണിച്ചു കൊടുക്കാനും നാം ഉദ്ദേശിക്കുന്നു. മൂസയുടെ മാതാവിന് നാം ബോധനം നൽകി അവന് നീ മുല കൊടുത്തുകൊള്ളുക. നീ അവന്റെ കാര്യത്തിൽ നിനക്ക് ഭയം തോന്നുകയാണെങ്കിൽ അവനെ നീ നദിയിൽ ഇട്ടേക്കുക. നീ ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട. തീർച്ചയായും അവനെ നാം നിന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും അവനെ ദൈവദൂതന്മാരിൽ ഒരാളാക്കുന്നതുമാണ്. എന്നിട്ട് ഫിർഔന്റെ ആളുകൾ അവനെ നദിയിൽ നിന്ന് കണ്ടെടുത്തു. അവർ അവരുടെ ശത്രുവും ദുഃഖഹേതുവുമായിരിക്കുവാൻ വേണ്ടി. തീർച്ചയായും ഫിർഔനും ഹാമാനും അവരുടെ സൈന്യങ്ങൾക്കും ആപത്തും പറ്റിയവരാകുന്നു. ഫിർഔനും ഹാമാനും പിന്നെ ശരിക്കും പറഞ്ഞാല് അവര് പിന്നെ ഒരു ആണ്, പിന്നെ അവരുടെ അടിമകളില് ഒരാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് അത് അവരെ കൊല്ലും എന്നുള്ളത് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ അത് സ്വപ്നത്തിലൂടെ കാണിക്കപ്പെട്ടതാണെന്നും പറയുന്നുണ്ട്. അല്ലാഹു അലം. അപ്പം ഇങ്ങനെ ആ ഒരു ഭയത്തും കൊണ്ടാണ് ഫിർഔൻ എന്ത് ചെയ്തത്, ആ നാട്ടിലെ ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ എന്ത് ചെയ്തത്, നശിപ്പിച്ചത് എന്നുള്ളതാണ്, കൊല ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഈ ഒരു കൊല ചെയ്തിട്ട് പിന്നെ കൊല ചെയ്യുന്നതോട് കൂടിയിട്ട് ഫിർഔനെ കൊല്ലാൻ പറ്റുന്ന ഒരാളും ആ നാട്ടിൽ ഇല്ലാതിരിക്കും എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അപ്പൊ ഫിർഔന്റെ മന്ത്രിയായിരുന്നു ആര്, ഹാമാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, അവര് പിന്നെ എല്ലാ പിന്നെ ആണുങ്ങളെയും ആൺകുട്ടികളെയും അവർ കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഈ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
പിന്നെ തന്ത്രം പ്രയോഗിച്ചു. അതായത് ഒരു കുഞ്ഞിനെ എന്ത് ചെയ്തു, ഫിറഔന്റെ വീട്ടിൽ തന്നെ വളർത്താൻ നിശ്ചയിച്ചു എന്നുള്ളതാണ്. ഫിറഔന്റെ വീട്ടിൽ തന്നെയായിരുന്നു ആര്, മൂസ അലൈഹി ഇസ്ലാം ജനിച്ചത് വേറെയാണെങ്കിലും മൂസ അലൈഹി ഇസ്ലാമിനെ എടുത്തു വളർത്തിയത് ആരാണ്, ഫിറഔന്റെ ഭാര്യയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആസിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല കിതാബുകളിലും കാണാം. അവരായിരുന്നു കുഞ്ഞിനെ വളർത്തിയത്. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കൊരു കുഞ്ഞിനെ പിന്നെ വെള്ളത്തിലൂടെ പിന്നെ നദിയിലൂടെ കടന്നു വരികയും ഒരു പിന്നെ തൊട്ടിലില് നദിയിലൂടെ ഒഴുക്കി വിടുകയാണ് ചെയ്തത് ഈ ഉമ്മ. അങ്ങനെ പിന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ കുഞ്ഞിനെ ഒഴുക്കി വിടുകയും അങ്ങനെ ഫിറഔന്റെ കൊട്ടാരത്തിന്റെ പിന്നെ അടുത്ത് അത് എത്തുകയും ചെയ്തു എന്നാണ് നമുക്കറിയാം. പിന്നെ ഈജിപ്തിൽ എന്ന രാജ്യത്തിന് ഒരു നദി കൊണ്ടാണ് അതിനെ ചുറ്റും വലയം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നദിയിലൂടെ ആയിരുന്നു എന്ത് ചെയ്തത്, ആ കുഞ്ഞിന്റെ ഇത് വന്നത്. അങ്ങനെ അവര് ആ കുഞ്ഞിനെ എടുത്തു വളർത്തുകയാണ്. അപ്പൊ ഫിറൗനെ തടയാൻ ശ്രമിക്കുമ്പോൾ ഭാര്യ അത് സ്വീകരിക്കാതെ അങ്ങനെ കുഞ്ഞിനെ എടുത്തു വളർത്തുകയാണ് ചെയ്യുന്നത്. അവസാനം ഫിറൗനും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താ സംഭവിച്ചത്, ആ കുഞ്ഞ് തന്നെയാണ് പിന്നീട് എന്തായത്, ഫിറൗനെ കൊല്ലുന്ന ലെവലിലേക്ക് എത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിശ്ചയമായിരുന്നു. എന്നാൽ ഈ കുഞ്ഞിനെ കിട്ടിയിട്ട് ആ കുഞ്ഞ് ഒരാളുടെയും പാല് കുടിക്കാൻ തയ്യാറായില്ല എന്ന്. കുഞ്ഞ് ഒരാള് പാല് കൊടുത്തിട്ടും എങ്ങനെ ആരൊക്കെ കൊടുത്തിട്ടും കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. അങ്ങനെ അവസാനം നാട്ടിൽ നിന്ന് പിന്നെ സ്ത്രീകളെ പിന്നെ മുല കൊടുക്കാനുള്ള സ്ത്രീകളെ തെരഞ്ഞു നടക്കാൻ തുടങ്ങിയ ആളുകൾ. അങ്ങനെ പിന്നെ അപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ പിന്നെ പ്രയാസപ്പെട്ട് പിന്നെ കരയുന്നത് കണ്ടിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ തെറ്റി പിന്നെ കൊട്ടാരത്തിന്റെ വന്നിട്ട് പറയും, ഒരു സ്ത്രീ ഉണ്ട്, അവരെ അയച്ചു തരട്ടെ ചോദിക്കും. അങ്ങനെ അവര് പിന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാനെ തന്നെ കൊണ്ടുവരികയും അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ കേക്കണില്ല ടീച്ചറെ, ഒന്നും കേക്കണില്ല, സൗണ്ട് പോയി. ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സൗണ്ട് കുറഞ്ഞു പോയതാ. കേൾക്കുന്നുണ്ട്, കുറഞ്ഞു. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓ കേൾക്കുന്നുണ്ട്. ചെറുതായി ദൂരത്തുനിന്ന് പറയില്ലേ. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. അങ്ങനെ ഫിറാവിന്റെ കൊട്ടാരത്തിലേക്ക് പിന്നെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാനെ തന്നെ കൊണ്ടുവരികയും അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിന് സ്വന്തം ഉമ്മ തന്നെയാണ് പാല് കൊടുത്തത്. അങ്ങനെയാണ് പിന്നെ ആ കഥ പോകുന്നതൊക്കെ. അൽഹംദുലില്ലാ. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുന്നത്, മൂസയുടെ മാതാവിന് നാം ബോധനം നൽകി അവന് നീ മുല കൊടുത്തുകൊള്ളുക. ഇനി അവന്റെ കാര്യത്തിൽ നിനക്ക് ഭയം തോന്നുകയാണെങ്കിൽ അവനെ നീ നദിയിൽ ഇട്ടേക്കുക. നീ ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട. തീർച്ചയായും അവനെ നാം നിന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും അവനെ ദൈവദൂതന്മാരിൽ ഒരാളാക്കുകയും ചെയ്യുന്നതാണ് എന്ന്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് അതിനെ പിന്നെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് ഫിറൗന്റെ ആളുകൾ അവനെ നദിയിൽ നിന്ന് കണ്ടെടുത്തു. അവൻ അവരുടെ ശത്രുവും ദുഃഖഹേതുവുമായിരിക്കുവാൻ വേണ്ടി. തീർച്ചയായും ഫിറൗനും ഹാമാനും അവരുടെ സൈന്യങ്ങളും അബദ്ധം പറ്റിയവരാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ത്രം പ്രയോഗിച്ചു. അവരറിയാതെ അവർ വിചാരിച്ചത് അവരാണ് തന്ത്രം പ്രയോഗിച്ചത് എന്നാണ്. പക്ഷെ അള്ളാഹു ആണ് തന്ത്രം പ്രയോഗിച്ചത്. ഫിറൗന്റെ ഭാര്യ പറഞ്ഞു, എനിക്കും അങ്ങേക്കും കണ്ണിന് കുളിർമയത്ര ഈ കുട്ടി, അതിനാൽ ഇവനെ നിങ്ങൾ കൊല്ലരുത്, ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം, അല്ലെങ്കിൽ ഇവനെ നമുക്ക് ഒരു മകനായി സ്വീകരിക്കാം. അവർ യാഥാർത്ഥ്യം ഗ്രഹിച്ചിരുന്നില്ല. അതായത് ഭാര്യ പിന്നെ തടയുകയാണ് കുഞ്ഞിനെ കണ്ടപ്പം. ഇനി ഈ കുഞ്ഞിനെയും കൂടി കൊല്ലാനും നിർത്തുമ്പോൾ കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് ഭാര്യ തടയുകയും അവർ ആ കുഞ്ഞിനെ എടുത്തു വളർത്തുകയാണ് ചെയ്തത്. മൂസയുടെ മാതാവിൻ്റെ മനസ്സ് അന്യചിന്തകളിൽ നിന്ന് ഒഴിവായി തീർന്നു. അതായത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ കുഞ്ഞിനെ നദിയിൽ ഒഴുക്കി കളഞ്ഞതോട് കൂടിയിട്ട് അവർക്ക് സ്വസ്ഥതയില്ലാതായി, അവർ പ്രയാസത്തിലായി. അങ്ങനെ അവളുടെ മനസ്സിനെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ കാര്യം അവൾ വെളിപ്പെടുത്തിയേക്കുമായിരുന്നു. അവൾ സത്യവിശ്വാസികളുടെ ടീച്ചറെ കൂട്ടത്തിലായിരിക്കും സൗണ്ട് പോണ്ട്, കേക്കണില്ല. അങ്ങനെ ചെയ്തത്. കേൾക്കുന്നുണ്ടല്ലോ.
സൗണ്ട് ഇല്ലല്ലോ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് ചിലപ്പോ മനസ്സിലാവുന്നു. നിങ്ങളുടെ വോയിസിന്റെ എന്തെങ്കിലും ആയിരിക്കും. മാം പറയുന്ന കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്. കേൾക്കണുണ്ട്, കുറച്ച് സൗണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. കേൾക്കണുണ്ട്. പറഞ്ഞു ചെറുതായിട്ടേ കേൾക്കണുള്ളൂ, എന്തോ കുഴിയിൽ കിടന്ന് പറയണ പോലെ. ആണോ? ആ ഇൻഷാല്ല അതന്നെ. നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് നിർത്താം. ഇൻഷാല്ല നാളെ ബാക്കി ഭാഗം എടുക്കാം. ഇൻഷാല്ല. ഓക്കെ. ഇൻഷാല്ല. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا بارك فيه الحمد لله رب العالمين. നമുക്ക് സൂറത്തുൽ ഖസസ് പിന്നെ നാളെ വീണ്ടും എടുക്കാം കേട്ടോ. ഇൻഷാല്ല തുടങ്ങാം. ഇൻഷാല്ലാ. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹുമ്മ ബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഖീറ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഖീറ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഖീറ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുരിയത്തൻ തയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. യാ ഗനിയല്ലാഹ് അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക റബ്ബി അൻസിൽ മുൻസിൽ മുബാറക് അൻത ഖൈർ മുൻസിലിൻ. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ വതമ്മിൻ ബിൽ ഖൈർ. ربي إني لما أنزلت لي من خير فقير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني آمين يا رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. آمين يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. آمين يا رب العالمين. اللهم ارحمني يا رحمن الراحمين. اللهم ارحمني يا رحمن الراحمين. اللهم ارحمني يا رحمن الراحمين. اللهم اغفر لي وذنوبي يا رب العالمين. آمين يا رب العالمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. حمدا كثيرا طيبا بارك فيه. الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. الحمد لله رب العالمين. اللهم صل وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം.